അപ്പോൾ പാരീസ് ട്രിപ്പ് തുടരുന്നു. ഇപ്പോൾ ഉള്ളത് കുറേ വീഡിയോ എടുത്താണ്. അപ്പോൾ ഈഫൽ ടവറിൻ്റെ നടുവിൽ താഴത്താണ്. ഭയങ്കര വലുപ്പാട്ടോ, ഭയങ്കര വലുപ്പാ. അതാ നല്ല വലുപ്പുണ്ട് ഇത്. സൈഡേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ദൂരത്തുനിന്നാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ വലുപ്പം എന്ന് അറിയാത്തത്. ഭയങ്കര വലുപ്പമാണ്, ഭയങ്കര ഏരിയ. എന്തായാലും ഒരു ഏക്കർ സ്ഥലത്ത് ഒരു 50 സെൻറ്റ് ഉണ്ടാവും, ഒരു 50 സെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ കാലുകൾ പരസ്പരം ഉണ്ടോ. അതിപ്പോൾ അവിടുന്ന് ഇവിടേക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു എത്രയാന്ന് പറയുക, ഒരു 70 അടി ഉണ്ടാവും. ഇതുവരെ 70 അടി, ഇതും ഒരു 70 അടി, ഇതും 70. അപ്പോൾ എത്രയായി? ഇപ്പോൾ 70 സ്ക്വയർ ഫീറ്റ് ആകും. 70 × 70 4 ആയിട്ട് കാണണം. അപ്പം അങ്ങ് നല്ല അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. ഇതാണ് സംഭവം. മേലെ ഇതിന് മേലെ കയറാം. മേലെ കയറി 23 യൂറോ കൊടുത്താൽ പകുതി വരെ കയറാം. പിന്നെ 39 യൂറോ കൊടുത്താൽ ഫുൾ അങ്ങ് അറ്റ വരെ എത്തും. അപ്പോൾ നടന്ന് കയറുകയാണെങ്കിൽ 14 യൂറോ. സ്റ്റെപ്പുണ്ട്, അതിലൂടെ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി പോവാം. അപ്പോൾ നടന്ന് കയറുകയാണെങ്കിൽ 14 യൂറോ, അതിന് പകുതി വരെ. അതിന് മേലെ ഏറ്റവും മേലെ ടോപ്പിലാണെങ്കിൽ എത്രയാണ്? 23 യൂറോ. ലിഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാ അഡൾട്ട് കമ്പൈൻ സ്റ്റെയർ ആൻഡ് ലിഫ്റ്റ്. വേണ്ട മേലെ കയറുന്നതിനത് സ്റ്റെയർ. സെക്കൻഡ് ഫ്ലോർ 1450. സെക്കൻഡ് ഫ്ലോർ ടോപ്പ് ഫ്ലോർ ഓപ്പണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഇതിപ്പോൾ സ്റ്റെയർ ലിഫ്റ്റും അടക്കം 2750. പിന്നെ മേലെ ഇങ്ങനെ കയറുന്നതിന് കേട്ടോ. ടിക്കറ്റ് ഓഫീസാണ്. സെക്കൻഡ് ഫ്ലോറ് അടിപൊളിയല്ലേ? അതാ കയറുന്നതിൻ്റെ മേലെ കയറുന്നതിൻ്റെ ഇതിലോട്ടാണ് ടിക്കറ്റ് എടുത്ത് പോകേണ്ടത്. ഇതാണ് അതിൻ്റെ ഇത് വേണ്ട. അപ്പോൾ ഇവിടുന്ന് പകുതി വരെ ഇവിടെ വരെ സെക്കൻഡ് 1450. കുറ്റിയൊക്കെ എത്ര 750, അതിൻ്റെ ചെറുത് അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് മേലെ വരെ ടോപ്പ് ഇതാണ് ഈഫൽ ടവർ കേട്ടോ. ടോപ്പ് വരെ എന്താ 2750. ലിഫ്റ്റാണ്, ഇത് ലിഫ്റ്റാണ്. ഇപ്പോൾ സ്റ്റെയർ ആണെങ്കിൽ പിന്നെ വേറെ വരും. ഇതിപ്പോൾ സ്റ്റെയറും ലിഫ്റ്റ് അടുക്കാണ്. എന്തായാലേ പൈസ ഉണ്ടാക്കുന്നുണ്ടോ. മേലെ ഇങ്ങനെ കയറിപ്പോ. എന്നിട്ട് ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, ചായ ഒക്കെ കുടിക്കാം. ഇവിടെ ഈ ഹോട്ടലുണ്ട്, ഇവിടെ ഈ ഹോട്ടലുണ്ട്. റെസ്റ്റോറൻറ്റ് ഹോട്ടൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പൊക്കെ അടിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ ബുക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് മേലെ കയറ്റി ഇവിടുന്ന് ചായ ഒക്കെ കുടിക്കാം. പിന്നെ മേലെ ഇത് മേലെയുണ്ട് കേട്ടോ. വേണ്ട അടിപൊളിയാ. എന്തായാലും പണ്ട് കാലത്ത് അവർ ഉണ്ടാക്കിയോണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ കുറേ പൈസ കിട്ടിയപ്പോൾ ഇത് മൊത്തം ടൂറിസ്റ്റുകളാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറവാണ്. അവിടെ ഇതാണ് സംഭവം. രാത്രിയിലുള്ള കാണേണ്ട ഇതാണ്. ഇതാ ഉണ്ടാക്കുന്ന സമയത്തുള്ള ചിത്രമാണ് കേട്ടോ. അല്ല ഇതൊരാൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായ പഴയ ഒരു ചിത്രമൊക്കെയാണ്. കണ്ടോ രാത്രി നേരത്ത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ലിഫ്റ്റ് കണ്ടോ. പോയി ശരി, ലിഫ്റ്റ് പോയി അതിങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ പോകും. ഇവിടേക്ക് ഇങ്ങനെ പോകണ്ട.
ആൾക്കാർ സ്റ്റെപ്പ് അത് ഹോട്ടലാ ഉണ്ടോ? ഹോട്ടലുണ്ടോ അവിടെ? റെസ്റ്റോറൻറ്റ്, ചായപ്പിടിയാ. ഇപ്പം മലയാളികൾ ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മേലെ റെസ്റ്റോറൻറ്റ് കയറിയാലും അറിയാം, ചിലപ്പോൾ മലയാളീൻ്റെ ഏതെങ്കിലും ചെറിയൊരു ചായപ്പിടിയൊക്കെ ഉണ്ടാവും ഈഫൽ ടവറിൻ്റെ മേലെ. ചൊവ്വയിലും ഈ മലയാളികളെ ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം കേട്ടോ. ഐശ്വരി അപ്പോൾ 1887 മുതൽ 89 വരെ കഴിഞ്ഞു. ഇപ്പോൾ ഓരോ 907, 968, 2021 10 days. ഇതിപ്പോൾ ഈ ഫ്രഞ്ച് ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പെയിൻറ്റിങ് ഈസ് ദ എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ദ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, ഇതൊരു എക്സ്പീരിയൻസാണ്. ഒരാണെങ്കിലും ഇവിടെ വന്നിരിക്കണം കേട്ടോ ജീവിതത്തിൽ. പാരീസിൽ അടിപൊളിയാണ്.